CPM നേതാക്കന്മാരുടെ മനോനിലയുടെ പ്രശ്നമാണ്. അവർ വളരെ കൃത്യമായി ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നു, തങ്ങളല്ലാതെ മറ്റാരെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത തരത്തിലേക്ക് അവരുടെ മാനസിക നിലവാരം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് അല്ല. അവർ നടത്തുന്നത് എല്ലാവരെയും ത്യജിക്കുകയും ഞങ്ങൾ വീണ്ടും എത്തും എന്ന ശുഭപ്രതീക്ഷയിൽ വല്ലാതെ മാനസികമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണാണ്. സോ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ വലിയ തോതിൽ ആരാധനയോടെ നോക്കിക്കാണുന്ന നേതാവാണ് അദ്ദേഹം. വളരെ സത്യസന്ധവും വെട്ടിത്തുറന്ന് പറയുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ സഖാവ് ജി സുധാകരൻ പാർട്ടി വിട്ടു പോകണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി വിട്ടു പോകുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സീറ്റ് നൽകിയില്ല എന്നുള്ളത്. ആലപ്പുഴയിലെ പാർട്ടി പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആരോപണം. ആ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് ആ പാർട്ടിയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ താൻ മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന് പറയുകയും മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയും തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പറയുകയും UDFും ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. സൗ കുഞ്ഞികൃഷ്ണൻ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത്? രക്തസാക്ഷി ഫണ്ടും പാർട്ടിയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിലെയും അപാകതകളും അഴിമതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് സൗ കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാർട്ടി വിട്ട് പുറത്തുപോയത്. നാളിതുവരെ കണക്ക് പറഞ്ഞു. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ഞങ്ങളിപ്പോൾ അവതരിപ്പിക്കും. ബഹുജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുമ്പിൽ വ്യത്യാസം പുതിയ രണ്ട് പദാവലി കൂടിയാണ്, ബഹുജനവും പൊതുജനവും. അപ്പോൾ ഇതിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ടി കെ ഗോവിന്ദൻ മാഷ് പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം, PK ശ്യാമള എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നത് ശരിയല്ല. അവിടെ സുകന്യുണ്ട്. വളരെ ദീർഘകാലമായി വിദ്യാർത്ഥി സംഘടനാ രംഗത്തിലൂടെ വരികയും DYFI രംഗത്തിലൂടെ വരികയും പാർട്ടിയിലും മഹിളാ രംഗത്തും നിൽക്കുന്ന സുപ്രധാനമായ വൈബ്രന്റ് ലീഡറാണ് സുകന്യ. ആ സുകന്യയെ മത്സരിപ്പിക്കുന്നതിന് പകരം അവിടെ സ്ത്രീയെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞു, വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സുകന്യയല്ലേ വരേണ്ടിയിരുന്നത്? അപ്പോൾ ചർച്ച ചെയ്ത വിവരങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിക്കും എന്ന് പറഞ്ഞു പോയതിനു ശേഷം ഒറ്റ പേര് മാത്രം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ചു എന്നാണ് ടി കെ ഗോവിന്ദൻ മാധ്യമങ്ങളോട് മൊത്തം പറയുന്നത്. അതൊരു ചെറിയ പ്രശ്നമാണോ? അപ്പോൾ അത് വർഗവഞ്ചകനായി മാറുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് പി കെ ശശി പാർട്ടിക്കുള്ളിൽ നിന്നിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം മഹാനായ ശശിയായിരുന്നു. പാർട്ടി വിട്ട് പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിനെതിരെ നേരത്തെയും സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുകയും അന്വേഷണ കമ്മീഷനും ഒക്കെ വെക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ വസ്തുതയാണ്. പക്ഷേ അതിന് പുറത്തു പോയി കഴിയുമ്പോൾ അദ്ദേഹം അഴിമതിക്കാരനാണെന്നും സ്ത്രീ വിരുദ്ധനാണെന്നും അദ്ദേഹം സ്ത്രീ പീഡകനാണെന്നും ഒക്കെ പാർട്ടി പറയാം. അപ്പൊ കുട പിടിക്കാനും വെള്ളം എടുത്തു കൊടുക്കാനും നടക്കുന്നതിനെ ഒക്കെയാണ് എന്നാണ് സുരേഷിനെതിരെ പറഞ്ഞത്. ഇത്തരം പരാമർശങ്ങളിലൂടെ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഇന്ന് കേരളത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ജി സുധാകരനെ എതിരെ ഉയർത്തിയിരിക്കുന്ന ആ ഒരൊറ്റ വാക്കുകൊണ്ട് കേരളത്തിൽ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു മുദ്രാവാക്യം കൂടി വരുന്നു എന്നതും അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്നു തന്നെയാണ് വിനു എന്റെ വിശ്വാസം. അത് കേരളത്തിൽ വല്ലാതെ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു വാക്കാണ്. അത് അങ്ങനെ കെട്ടുപോകുന്ന വാക്കല്ല. അത് അലർത്തു വരുന്ന തിരമാലയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ വാക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ കനത്ത പ്രഹരമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല.